നമുക്ക് എങ്ങനെ ഈ ക്യാമറ ഗിംബലിൽ പിടിപ്പിക്കണം എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്യണം. അതിൻ്റെ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ക്യാമറയുടെ കേജിനകത്തുള്ളതാണ്. എല്ലായിടത്തും ഇത് കിട്ടും. അതിൻ്റെ ഇത് വെച്ചിട്ട് താഴെ വെച്ചിട്ട് ഇത് ഇത് ഇതുപോലെ ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഊരി കിട്ടും. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പിടിപ്പിക്കുക. ഇതിൻ്റെ എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം ലെൻസിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ക്യാമറ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടിതിപ്പം ലൂസായി. നമുക്കിത് മുറുക്കി പിടിപ്പിക്കാം. പിടിപ്പിക്കുമ്പം ഇതും ഈ സർഫസും തമ്മിൽ മാച്ച് ചെയ്തിരിക്കണം. ജസ്റ്റ് മുട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കണം. എന്നിട്ട് ഇത് മുറുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അനങ്ങരുത് മുറുക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ. അതാണ് അതിനകത്ത് മെയിൻ നമ്മൾ നോക്കേണ്ട സാധനം. ഓക്കെ, ഇത് മുറുകി നല്ല ടൈറ്റായി. ജിംബാളാണ്. ജിംബാൾ തുറന്ന് ഇതിനകത്ത് സാധനങ്ങൾ നമ്മൾ എക്സ്റ്റൻഷനായിട്ട് പിടിപ്പിക്കുന്നതാണ്. അതിൻ്റെ കോലിന് എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടി. അപ്പം അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അത് നമുക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണിത്. ഇതിൻ്റെ പേര് റുബേസാണ്. പേരെനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് എൻ്റെ ജിംബാൾ. ഞാൻ ജിംബാൾ എന്ന് പറഞ്ഞ് ശരിച്ചു പോയി. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് സ്ക്രൂ ചെയ്തെടുക്കുക ഫസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഫേസിലേക്ക് തിരിഞ്ഞിരിക്കേണ്ടത്. ഇത് എപ്പോഴും ഫേസിലേക്ക് തിരിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് താഴോട്ട് വയ്ക്കുക. താഴോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ 2-3 സ്വിച്ചുകളുണ്ട്. താഴത്തെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ 2 സ്വിച്ചും മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് അടക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ചെരിച്ച് വെക്കണം. ഇത് ഇങ്ങനെയാണ് ജിംബാൾ ഇരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് താഴോട്ടാക്കുക. താഴോട്ടാക്കി കഴിഞ്ഞിട്ട് ഈ സംഭവത്തിൻ്റെ ഇതാണ് ബേസ്. ഇവിടെയാണ് ക്യാമറ ഇരിക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് എപ്പോഴും വരേണ്ടത്. ആ ഒരു കോമൺ സെൻസ് ചിന്തിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു ഇതായത് നമ്മളിങ്ങനെ താഴോട്ട് ഇറക്കുക. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങ് ശരിയായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് മുറുക്കുക. മുറുക്കിയിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നീക്കി ഏറ്റവും ലാസ്റ്റ് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ലോക്ക് ഇടുക. ഇവിടെയും ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ഇടുക. ഇതുപോലെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഇനി നമ്മൾ ക്യാമറ പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്യാമറയുടെ ഈ ബേസ് വേണം ക്യാമറ പിടിക്കാനായിട്ട്. ക്യാമറ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ മൊത്തം കയ്യിൽ ക്യാമറ കിട്ടും. എന്നിട്ട് ക്യാമറയുടെ ഈ ബേസും ഇതും കൂടെ സ്ലൈഡ് ചെയ്ത് കിടക്കിടേ എന്നൊരു ഒച്ച കേട്ടില്ലേ? ആ ഒച്ചയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മാക്സിമം പുറകോട്ട് മാറ്റുക. ലോക്ക് ചെയ്യുക. ഇത് കണ്ടോ, ക്യാമറ ഇതിനകത്ത് പിടിച്ചു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്. ഇത് ഇങ്ങനെ സെറ്റിങ് കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കുന്നത്. ഇത് ബാലൻസ് ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ ആം ഞാനിവിടെ അൺലോക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റി? ഈ ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് താഴോട്ട് പോയി. ഇത് താഴോട്ട് പോകരുത്. അപ്പം ഇതിനകത്ത് ഓരോ മാർക്കിങ്ങുകളുണ്ട്. നമുക്കിത് കാണാൻ പറ്റുന്നില്ല. 0 തൊട്ട് 3 വരെ ഇവിടെയുണ്ട്. 0 തൊട്ട് 2 വരെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. 0 തൊട്ട് 4 വരെ. ഈ 3 സംഭവങ്ങൾ ആദ്യം ശരിയാക്കുക. ആദ്യം ശരിയാക്കിയതിന് ശേഷമാണ് ഈ താഴത്തും ഈ പുറകിലും പിന്നെയും മാർക്കിങ്ങുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ശരിയാക്കേണ്ടത് ഇതാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഓരോ ക്യാമറയ്ക്കും ഇതിൻ്റെ വെയിറ്റ്, അതായത് നമ്മൾ ത്രാസ് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം 2 സൈഡിലെ ത്രാസ്
ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു കഡിക്ക് പണി പോയിന്റാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം. അത് ഈ 3 സംഭവത്തിൻ്റെയും പോയിന്റുകൾ കറക്റ്റ് ആയി കഴിയുമ്പം ഈ ക്യാമറ എവിടെയും മൂവ് ചെയ്യാതെ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. അപ്പം ഞാൻ ഇതാണ് ആദ്യം ശരിയാക്കേണ്ടത്. ഈ ഭാഗം ആദ്യം ശരിയാക്കിയിട്ട് നമുക്ക് ബാക്കി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ശരിയാക്കാം. അപ്പോൾ ഇത് ശരിയാക്കാനായിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് 8-ലായിരുന്നു 0.8. ദെൻ ഇവിടത്തേന് ഇവിടെ ഇതുപോലെ ഓക്കെ. ഇത് കണ്ടു, ശരിയായിട്ടില്ല. വെയിറ്റ് കൂടുതലാണ് ഫ്രണ്ടിൽ. അപ്പോൾ വെയിറ്റ് ഫ്രണ്ടിലേക്ക് കൂടുമ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പുറകോട്ട് എടുക്കാൻ നോക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു എറർ സംഭവിച്ചെന്ന് വെച്ചാൽ ഇത് സ്പേസ് വേണം. ഈ സാധനം ഇവിടെയാണ് നമ്മൾ ലോക്ക് ഇരിക്കണേ. അപ്പോൾ നമ്മളിത് കയറ്റിയിടുമ്പോൾ ഇവിടെ ഇച്ചിരി സ്ഥലം കൊടുക്കണം, അല്ലെങ്കിൽ ലോക്ക് ഊരാനും എടുക്കാനും നമ്മൾ കുറേ കഷ്ടപ്പെടും. കണ്ടോ, ഞാനത് ലോക്ക് ഇട്ടില്ല, പക്ഷേ ക്യാമറ അധികം മൂവ് ചെയ്യുന്നില്ല. ഇത്രയും മൂവ് ചെയ്യുന്നുള്ളൂ, ടിൽറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റേ എല്ലാം ഞാൻ ഊരി, ഇത് ഊരി, ഇതും കൂടെ ഊരില്ലേ.